കാഴ്ചപ്പാടിനോട് വേണമെങ്കിൽ വിയോജിക്കുക. ശരി ശരി ശ്രീ ജോർജ് ജോസഫ്, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇതിൽ വധശിക്ഷ വിധിച്ചത് ഉചിതമെന്നാണോ അതോ ജസ്റ്റിസ് കെമാൽ പാഷയും അതുപോലെ തന്നെ ശ്രീ എം.ആർ. അഭിലാഷും പറഞ്ഞതുപോലെയാണോ? ഞാൻ ഇതേപ്പറ്റി നേരത്തെ കമൻറ്റ് ചെയ്തിരുന്നു. ഞാൻ ജീവപര്യന്തം തടവ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനപ്പുറത്തോട് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിനകത്തൊരു ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി. കാരണം ഞാൻ ഈയൊരു ശല്യം കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ച് വെച്ച സാധനം എടുത്ത് കുടിച്ചെന്ന്. അത് നല്ലൊരു ഡിഫൻസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1955 ഇന്ത്യയിൽ ഒരു സ്ത്രീയെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധേയമാക്കിയത്. പിന്നീട് ഇതുവരെ ഒരു സ്ത്രീകളെയും ഇന്ത്യയിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചിട്ടില്ല. ലോകം മുഴുവൻ ഇപ്പം അങ്ങനെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിലോട്ട് വരുന്നത്. എല്ലാ രാജ്യങ്ങളും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. വിധിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മാസം. അല്ല, വിധിക്കല്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. ലോകത്തിലെ മുഴുവൻ അവർ ലൈഫ് ലോങ് അവർ ജീവിതാവസാനം വരെ അവർ തടവിൽ ശിക്ഷിക്കും. അദ്ദേഹം ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ജഡ്ജ്മെൻറ്റ്, ആ ലോവർ കോടതിയിലെ വിധി അദ്ദേഹം കാണുന്നത്, എങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് അത് ഏകദേശം അത് തന്നെ ഉണ്ടാവും ഈ കേസിൻ്റെ വിധി എന്നാണ് ഞാൻ അത് കേട്ടപ്പം മുതലേ പറയുന്നത്. എൻ്റെ അഭിപ്രായം ഏകദേശം അദ്ദേഹത്തോട് യോജിച്ചാണ്. പക്ഷേ വൈകാര്യമായിട്ട് നമുക്ക് തോന്നും ഒരാൾ ഇറങ്ങിപ്പോയി, അതുപോലെ വൈകാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ തൂക്കിക്കൊല്ലേണ്ടതാണ്. പക്ഷേ അവൾക്കൊരു ഡിഫൻസ് ഉണ്ട് ഇതിനകത്ത്. ആ ഡിഫൻസ് കോടതി നോക്കിയിട്ടില്ല. അത് തന്നെയല്ലേ 364 അനുസരിച്ച് അത് അപ്ലൈ ചെയ്ത് അവരെ തട്ടിക്കൊണ്ട് പോയി കൊന്നെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ IPC CRPC എവിഡൻസ് ആക്റ്റൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നത് അത് ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്, ആലോചിച്ച് തന്നെയാണ്, ക്രൂരമാണ്. അതിന് ലൈഫ് ഇംപ്രസ്മെന്റ് കൊടുത്തോട്ടെ. അതിലപ്പുറത്തോട്ട് പോകുന്നത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ ചിന്താഗതി മുഴുവൻ ഇപ്പം അങ്ങനെയാണ്. സുപ്രീം കോടതി ചിന്താഗതിയാണ്, കേരള ഹൈക്കോടതി അങ്ങനെ തന്നെ. അതുതന്നെയല്ല, ഈ ഹൈക്കോടതി ഇപ്പം നമുക്കറിയാം ഇതിന് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 414 CRPC ഹൈക്കോടതി കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ ഒരു വാറണ്ട്, ഒരു ബ്ലാക്ക് വാറണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി 132 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകാം, 136 അനുസരിച്ചും പോകാം. അത് സുപ്രീം കോടതികളെ നോക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലല്ല, നമുക്ക് വൈകാരികം പ്രതികരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് നടപ്പാക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത വളരെ ഒരു മാതൃകയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് പെരിയ കൂട്ടക്കൊല കേസിനകത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഓരോരോ മർഡർ വളരെ ബ്രൂട്ടൽ മർഡറാണ്. പക്ഷേ ഈ പയ്യനെ സ്നേഹിച്ച പയ്യനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, വേറൊരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത്, ആ ഡൈയിങ് ഡിക്ലറേഷൻ ആ പയ്യൻ കൊടുത്തതിനകത്ത് അയാൾ ഇവളുടെ കാര്യം ഇവള് ചതിച്ചെന്നോ ഈ പെൺകുട്ടി ചതിച്ചെന്നോ ഇവിടെ കൊല്ലാൻ കൊടുത്തെന്നോ പറയുന്നില്ല. അത് പറയണ്ടേ? അത് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് അവളെന്നെ ചതിച്ചെന്ന് പറഞ്ഞ് അയാളുടെ ഒരു മൊഴി വന്നിട്ടുണ്ട്. പക്ഷേ മരണം വരെ ഏകദേശം 10-15 ദിവസം ആ ആശുപത്രി ഡൈയിങ് ഡിക്ലറേഷൻ ഇപ്പം ഈ കുട്ടിയെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യത്തിനകത്ത്. അതായത് ഷാരോൺ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. അതാണ് അത് കോടതി വിധിയിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതി അവലംബിച്ച മാർഗങ്ങൾ ഇപ്പോൾ ജസ്റ്റിസ് കെമാൽ പാഷ സാർ പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ പക്വതക്കുറവ് അതിനകത്തുണ്ടെന്ന്. ആധുനിക വിദ്യകൾ പോലും ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ മുഴുവൻ സെർച്ച് എഞ്ചിനുകളിലും പോയി ഇതിന്റെ ഏത് രീതിയിൽ കൊലപ്പെടുത്താമെന്ന് സെർച്ച് ചെയ്ത് അതിന്റെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആസൂത്രിതമായ മാർഗം അവിടെ തേടിയിട്ടുമുണ്ട്. ശ്രീ മഞ്ജുപിള്ള ജയൻ, താങ്കളുടെ നിലപാട്, താങ്കളുടെ തൊട്ടടുത്താണ്